ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി ഞാനൊരു കോളിഫ്ലവറിൻ്റെ പകുതി എടുത്ത് അത് ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് അടർത്തിയിട്ട് അരിഞ്ഞിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് എന്നിട്ട് ഈ തിളച്ച വെള്ളത്തിലിട്ട് അതൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഈ വെള്ളത്തിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലിട്ടിട്ട് ഈ കോളിഫ്ലവർ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതൊരു അരിപ്പയിലോട്ടൊന്ന് ഊറ്റി വെക്കാം. പിന്നെ ഇതിനു വേണ്ടി ഒരു ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഈ പാത്രത്തിലോട്ട് ഒരു 1/2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ടൊരു 1/4 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു 1/2 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ 3 മാവാണ് ഞാൻ ചേർക്കുന്നത്: കടലമാവും, അരിപ്പൊടിയും, പിന്നെ മൈദയും. ഇതിൻ്റെ അകത്ത് അരിപ്പൊടി ചേർക്കുന്നത് ഇതിന് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ്. ഇതിന് പകരം വേണമെങ്കിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് വേണ്ടി ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം പീരിയൻ മുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് 1 നുള്ള് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ബാറ്ററിലോട്ട് ഞാനൊരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഈ മുട്ട ചേർക്കുമ്പോഴത്തേക്ക് ഈ കോളിഫ്ലവറിലോട്ട് ഈ ബാറ്ററൊക്കെ നന്നായിട്ട് കവർ ചെയ്തിരിക്കും. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല കട്ടിയുള്ള ഒരു ബാറ്റർ വേണം തയ്യാറാക്കിയെടുക്കാൻ. ബാറ്റർ ലൂസായി പോയാൽ കോളിഫ്ലവറിലോട്ടൊന്നും അങ്ങനെ നന്നായിട്ട് കോട്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് നല്ല കട്ടിക്കുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കണമെന്ന് പറയുന്നത്. അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ ഊറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ അരിയുമ്പോൾ നന്നായിട്ട് കനം കുറച്ചിട്ട് അതിൻ്റെ തണ്ടോടുകൂടി എടുക്കുന്നതായിരിക്കും നല്ലത്. കനം കുറച്ച് അരിയുവാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് മൂത്ത് കിട്ടും. ഇനി ഇത് നന്നായിട്ട് ഈ ബാറ്ററൊക്കെ ഇതിലോട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മുട്ട ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് മുട്ട ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. മുട്ട ചേർത്താൽ ഒന്നും കൂടെ നന്നായിട്ട് ഇതിലോട്ട് ഇത് കവർ ചെയ്തിരിക്കും. ഇനിയിപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇത് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇടുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ കിടക്കത്തില്ല, അല്ലെങ്കിൽ ഒരുമിച്ച് ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും. പിന്നെ എണ്ണ നന്നായിട്ട് ചൂടാകണം. പിന്നെ ഇത് എണ്ണയിലോട്ടിട്ട് ഒരു കുറച്ച് സമയം കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ ഇത് ഇളക്കാവുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ആ കോട്ടിങ്ങൊക്കെ എണ്ണയിൽ കലങ്ങിപ്പോകും. എണ്ണയിലോട്ട് ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. തീ തീരെ കുറച്ച് വെച്ചാൽ ഇതങ്ങനെ മൂത്ത് കിട്ടത്തില്ല. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് എടുത്ത് വെക്കാം. കരിഞ്ഞു പോകാതെ നല്ല ഗോൾഡൻ കളറിൽ ഇത് വറുത്ത് കോരണം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഈ കോളിഫ്ലവർ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ചായയുടെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. ഇതിൻ്റെ കൂടെ മുളക് ചട്നിയോ അല്ലെങ്കിൽ സോസൊക്കെ കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ എണ്ണയിലോട്ട് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് വറുത്ത് ഈ കോളിഫ്ലവറിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ ഇത് Gobi65 ആയി. ഇതിൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.